ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ അച്ഛനും അമ്മയും എന്നെ വളർത്തിയ രീതിയാണ് എന്നതിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും എന്ത് പ്രശ്നം വന്നാലും അവസാനം അത് അങ്ങനെയാണല്ലോ, ഒരു കൺക്ലൂഷൻ, ഒരു ലോജിക്കൽ കൺക്ലൂഷൻ. അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും എന്തെങ്കിലും ഒരു എത്തും പിടിയും കിട്ടാത്തൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെപ്പോഴും ഒരു കൺക്ലൂഷനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് ആണല്ലോ ഇത്. ആൻഡ് ഇത് കുറേയൊക്കെ ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഓഫ് ഡിസ്കഷനാണ്. ചൈൽഡ്ഹുഡ് ട്രോമ എല്ലാവർക്കും പല ഡിഗ്രി ഓഫ് അളവിലായിരിക്കും ഉണ്ടായിരുന്നിരിക്കുന്നത്. എന്തായാലും പാരൻസൊക്കെ എത്ര നന്നായിട്ടൊരു കുട്ടിയെ വളർത്താൻ നോക്കിയാലും പാരൻസിന് ഒരിക്കലും പെർഫെക്റ്റ് ആവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മൾ ചെറുതായിരുന്നപ്പോഴത്തേക്കാളും വലുതായി വന്നപ്പോഴാണ് നമ്മൾ ഈ ട്രോമകളുടെ നമ്മളുടെ മേലുള്ള ഇമ്പാക്റ്റൊക്കെ റിയലൈസ് ചെയ്യുന്നത്. ഇതിനെ തന്നെ നമുക്കൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിൽ നോക്കിയാലോ. അത് നമുക്കൊരു സ്റ്റോറി കേൾക്കാം. ഒരു വീട്ടിലെ അച്ഛൻ അവിടുത്തെ അമ്മയെ വളരെയധികം മർദ്ദിക്കാറുണ്ടായിരുന്നു, ഡൊമസ്റ്റിക് വയലൻസ്. ഇത് കണ്ടിട്ട് ആ വീട്ടിൽ 2 ആൺമക്കളായിരുന്നു. അപ്പോൾ ഒരു മോൻ അത് കണ്ട് മനസ്സിലാക്കി ദാറ്റ് അമ്മേനെ അടിക്കുന്നത് അമ്മയ്ക്ക് വളരെ വേദനയുള്ള കാര്യമാണ്, സ്ത്രീകളോടൊന്നും ഇങ്ങനെ കാണരുത്, ഇത്രയാണ് അമ്മ വിഷമിക്കുന്നത്, ഇത് മനസ്സിലാക്കി. ഇത് തന്നെ കണ്ട വേറൊരു മോൻ മനസ്സിലാക്കിയത്, അതായത് നമ്മൾ സ്ത്രീകളെ അവർ വീക്കാണ്, അവരെ ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റും, അതിനിങ്ങനെ മർദ്ദിച്ചാൽ ഇവർ നമ്മുടെ കൺട്രോളിൽ വരും. ഇപ്പോൾ ഒരേ വീട്ടിൽ ഒരേ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് 2 മക്കൾ തന്നെ അത് കണ്ടുപഠിക്കുന്നത് 2 രീതിയിലാണ് എന്ന് വിചാരിച്ച് നമുക്ക് ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യത്തിനും ഒരു പോസിറ്റീവ് ട്വിസ്റ്റ് കൊണ്ടുവരണം എന്നല്ല. ഈ ഒരു വിഷയത്തിൽ നമ്മളുടേതായിട്ടുള്ളൊരു പേഴ്സ്പെക്റ്റീവ്, ആ ഒരു വിവേചന ബുദ്ധി ഇതിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ ഈ എൻവയൺമെൻറ്റൽ സ്റ്റിമുലസ് മാത്രമല്ല, നമ്മളുടെ ചൈൽഡ്ഹുഡിൽ നമ്മളെ വളർത്തിയ രീതികൾ, ഇതെല്ലാം നമ്മൾക്കൊരു സ്റ്റിമുലസ് ആയിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നൊരു ഇൻസിഡൻറ്റ്, അതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മൾ എന്ത് മാറ്റം വരുത്താം, നമ്മൾ നല്ല കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ, ഇത് നമുക്ക് മനസ്സിലായി, നമുക്ക് നല്ല പെയിൻഫുൾ ആയിരുന്നു, ഇതൊരു മോശം കാര്യമാണ്. ഇതിൽ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് കൂടി ഈ ട്രോമയെ നമ്മൾ എങ്ങനെ ഇപ്പോൾ പെർസീവ് ചെയ്യുന്നു എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമ്മൾക്കൊരു ഗ്രോത്ത് മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സർവൈവർ എന്ന് പറയില്ലേ, അതുപോലെ, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളെയും നമ്മളൊന്ന് തരണം ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഇതേ പ്രശ്നത്തെ അവർ ഒരു ചാലഞ്ചായിട്ടോ അല്ലെങ്കിൽ തന്നെ, ഇതായത് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു, ഇതിൽ നിന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ മനസ്സിലായി, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, അല്ലെങ്കിൽ അതെന്നെ ഇങ്ങനെ സ്ട്രോങ് ആക്കി, അതിനെനിക്ക് മുന്നോട്ട് പോകാൻ ഇതിനെ എനിക്കിപ്പോൾ ഒരു എക്സ്ക്യൂസായിട്ട് എടുത്തോ, അല്ലെങ്കിൽ ഇതെൻ്റെ കാലാകാലത്തെ ഒരു വിഷമമായിട്ട് എനിക്ക് പിടിച്ചു തുടരാം. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ അതൊരു എൻ്റെ എക്സ്പീരിയൻസ് ആയിട്ട് എടുത്ത് ഞാൻ അതിൽ കൂടി കടന്നുപോയി, ആൻഡ് ഇതൊക്കെ എനിക്ക് അനുഭവിച്ചു, അതിൽ നിന്ന് ഞാൻ ഇതൊക്കെ പഠിച്ചു, അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി, ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി എന്ന് പറഞ്ഞ് നമ്മൾക്ക് മുന്നോട്ടും പോകാം. ഒരാളുടെ ഫ്യൂച്ചറല്ല, ഒരാളുടെ ഒരു പേഴ്സ്പെക്റ്റീവ്, മുന്നോട്ടുള്ള ചിന്താഗതി എങ്ങനെയാണോ അതിനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ എല്ലാ പാസ്റ്റ് ഇവൻസിനെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. നമ്മൾക്ക് പ്രസൻറ്റിൽ നമ്മൾ മുന്നോട്ടൊന്നും കാണുന്നില്ല, ആൻഡ് നമ്മൾ വളരെ കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനത്തെ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾക്ക് മിക്കവാറും ഞാനിത് എന്തെൻ്റെ പേരിലാണ് എന്നുള്ളത് ആലോചിക്കുമ്പോൾ, എൻ്റെ ചൈൽഡ്ഹുഡിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അതുകൊണ്ടായിരിക്കാം ഞാനിങ്ങനെ, അപ്പോൾ ഞാൻ കാലാകാലം ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ അവർ ചെയ്ത് കളഞ്ഞല്ലോ, വല്ല നല്ല അച്ഛനും അമ്മയും ആയിരുന്നെങ്കിൽ ഇതിൻ്റെ വല്ല കേടും ഉണ്ടായിരുന്നു, നന്നായി വളരേണ്ട ഞാനായിരുന്നു അല്ലേ. ശരിയാണ്, നിങ്ങൾ അതിലൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ നമ്മൾക്ക് ഇതിൽ നിന്ന് ഇനി മുന്നോട്ടെങ്ങനെ, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഈ ഇവൻറ്റിനെ ഇനി കാണുന്നത്. എയ്തർ യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എൻ ഇൻസ്പിരേഷൻ, ഇതിൽ നിന്ന് വളരാൻ, അല്ലെങ്കിൽ എന്നും നമ്മൾക്കിതൊരു എക്സ്ക്യൂസായിട്ടിരിക്കുകയുള്ളൂ, നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നു. ഇതിലൊന്നും പെടാത്തൊരു വേറെ സെറ്റ് ഓഫ് ആൾക്കാരുണ്ടാവും. അവർക്കൊരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടായിന്ന് അറിയുന്നത് തന്നെയില്ല. അതായത് ഞാനിങ്ങനെ വളർന്നു, ഞാനിതൊക്കെ പഠിച്ചു, അതിലൂടെ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതൊരു വളരെ വിഷമകരമായ ഒരു സംഭവമാണ്. അതായത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഓരോ സംഭവവും നിങ്ങളുടേതായ കാഴ്ചപ്പാട് വെച്ച് അനലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടാവില്ല, നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാവില്ല ഒന്നിലും. നിങ്ങളൊരു ഫ്ലോയിൽ എന്തിൻ്റെയൊക്കെയോ ആരെയൊക്കെയോ എന്തൊക്കെയോ ബ്ലെയിം ചെയ്ത് അവരിങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു, അങ്ങനെ പോയി ഇങ്ങനെ പോയി,
ഇവിടെ ഈ പ്രശ്നം നടന്നതുകൊണ്ടായിരിക്കാം എനിക്കിന്നിങ്ങനെ, അവിടെ ആ പ്രശ്നം നടന്നതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ മാറാൻ കഴിയാത്തത്, അങ്ങനെയൊക്കെ. നമ്മളുടെ ചൈൽഡ്ഹുഡ് ട്രോമ മാത്രമല്ല നമ്മുടെ ലൈഫിലുണ്ടായ ഓരോ ട്രോമയും അനലൈസ് ചെയ്യാനും അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഇവോൾവ് ചെയ്യാണ്, ട്രാൻസ്ഫോംഡ് ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു പാത്തിലുള്ളവർ എന്തായാലും ഇങ്ങനൊരു കാര്യം ഇവാലുവേറ്റ് ചെയ്യുകയും അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാമെന്നും അതിൽ നിന്ന് ഇതിനെ എങ്ങനെ മറികടന്ന് എനിക്ക് മുന്നോട്ട് നടക്കാമെന്നുള്ളതുമായിരിക്കും ആലോചിക്കുക. ഒരിക്കലും നമ്മൾ ഈ ഒരു കാര്യത്തിനെ നമ്മളുടെ ഗ്രോത്ത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നൊരു എക്സ്ക്യൂസായിട്ട് എടുത്താൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും എവിടെ എത്താൻ പോകുന്നില്ല, എങ്ങോട്ടും നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മൾ സ്റ്റക്കായി പോകും. നമ്മൾ ഓൾറെഡി അതിന് വേണ്ടിയിട്ട് നമ്മളൊരു റോപ്പ് പോലെ ഇത് പിടിച്ചിട്ടുമുണ്ട്. ദാറ്റ് ഇങ്ങനെ നടന്നു, ഓക്കെ, അങ്ങനെ നടന്നു, അത് വളരെ ദൗർഭാഗ്യകരമായൊരു സംഭവമാണ്. പക്ഷെ നമ്മൾക്ക് മുന്നോട്ട് പോകണം. നമ്മൾക്ക് ജീവിതം ജീവിച്ചല്ലേ തീർക്കാൻ കഴിയുള്ളൂ. അപ്പം ആ ഒരു മെൻറ്റാലിറ്റി ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ കാര്യത്തിനും നമ്മളുടെ ഇതർ ചൈൽഡ്ഹുഡിനെ അല്ലെങ്കിൽ ഒരാളെ ബ്ലെയിം ചെയ്യുന്നതിൽ നിന്ന് നമുക്കിതെങ്ങനെ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാം എന്നുള്ളൊരു പേഴ്സ്പെക്റ്റീവിലേക്ക് കടക്കുകയും അത് നമ്മളെ ലോങ് ടേം ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതാണ് ഇന്നത്തെ ഫുഡ് ഫോർ തോട്ട്.